കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. ഓരോ പദ്ധതിയും മേഖലകളും പ്രതിപാദിക്കുമ്പോൾ കേന്ദ്ര അവഗണന എണ്ണി പറഞ്ഞു. അവഗണന തുടർന്നാൽ കേരള സർക്കാർ പ്ലാൻ ബി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ബജറ്റിലാകെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടെന്നും കേരളം തകരില്ല, തളരില്ല, തകർക്കാനാവില്ല എന്നതാണ് മുദ്രാവാക്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സുപ്രീം കോടതിയിലെ നിയമപോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ബജറ്റിൽ പ്രതിപാദിച്ചു. എല്ലാ മലയാളികളുടെയും സഹകരണവും അഭ്യർത്ഥിച്ചു. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുമെന്നും വെല്ലുവിളി. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷ വിമർശനവും ചേർത്തതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. കേന്ദ്ര അവഗണന പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടത് വൈകിയെന്നും പരിഹാസം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാണോ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും കേന്ദ്ര വിമർശനത്തോടെയാണ്. 24 തിരുവനന്തപുരം.